അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസിൽ നമുക്കൊരു കൂട്ടം സൂറത്തുകൾ, ഒരു കൂട്ടം ദിക്റുകൾ, സ്വലവാത്തുകൾ, അതുപോലെ തന്നെ മറ്റ് അസ്മാഉകളൊക്കെ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കേട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു റബ്ബിനോട് ദുആ ഇറക്കണം. നമുക്ക് ആദ്യം ഒരു സൂറത്ത് പാരായണം ചെയ്യാം. എന്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് ദുനിയാവിൽ വെച്ച് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ദുനിയാവിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ മതി, എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്ന ആഗ്രഹമുള്ളവരാണ് എങ്കിൽ സൂറത്തുൽ കൗസർ പതിവാക്കിയാൽ മതി. നമുക്കിന്ന് പാരായണം ചെയ്യാൻ പോകുന്ന സൂറത്തുൽ കൗസർ കുറച്ചെണ്ണം നമുക്ക് ഓതണം. ആ ഓതലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ചോദിക്കണം, അല്ലാഹുവേ നബി തങ്ങളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വപ്നത്തിൽ, മനാമിൽ, ഞങ്ങളുടെ കിനാവിൽ, ഞങ്ങളുടെ യഖ്ലത്തിൽ, ഉണർവിൽ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ എന്ന് മുത്തുനബി തങ്ങളോട് ചോദിക്കണം. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബി തങ്ങളെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്ന വലിയ ഭാഗ്യത്തോടൊപ്പം തന്നെ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ സഖാഹുല്ലാഹു മിൻ കുല്ലി നഹ്രിൻ ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ഒരുപാട് നദികൾ, അരുവികൾ സ്വർഗ്ഗത്തിലുണ്ട്. എല്ലാ നദികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയെ കുടിപ്പിക്കുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ പറയുന്നുണ്ട്, എണ്ണി പറയുകയാണ്, നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്. പലരും കടബാധ്യത പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഉള്ള മക്കൾ സ്വാധീനങ്ങളല്ലാതെ കുരുത്തക്കേടാണെന്ന് പറഞ്ഞ് അതിന് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, വീട്ടിൽ കലഹങ്ങളുള്ളവരുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിൽ ചേർച്ചയില്ലാത്തവരുണ്ട്. ഇങ്ങനെ തുടങ്ങി എത്രയോ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ കുർബത്തുകളെല്ലാം മാറിക്കിട്ടാൻ സൂറത്തുൽ കൗസർ പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒട്ടനവധി നമ്മുടെ ഷെറുകൾ തട്ടിമാറാനും രോഗങ്ങൾക്ക് ശിഫാ ലഭിക്കാനും സൂറത്തുൽ കൗസർ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. ഏത് വലിയ രോഗവും മാറാൻ സൂറത്തുൽ കൗസർ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതിക്കൂടെ? നമുക്ക് ഒന്നിച്ച് ഓതാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم.
ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞ നേട്ടങ്ങൾ മുഴുവൻ മഹാന്മാരായ ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, അല്ലാഹ് നീ ഞങ്ങൾക്ക് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞു തരണേ റഹ്മാനേ. നമുക്ക് ഈ നബിതങ്ങളെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഈ സൂറത്ത് നമ്മളിപ്പോൾ പാരായണം ചെയ്തതോടൊപ്പം തന്നെ മുത്ത് നബിതങ്ങളെ സ്വപ്നത്തിൽ, യഖ്ലത്തിൽ, ഉണർവിൽ, ഉറക്കത്തിൽ എല്ലാം കാണാൻ അവസരം ലഭിക്കുന്ന ഒരു സ്വലാത്ത് കൂടെ നമുക്ക് ചൊല്ലാം. ആ നബിതങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം ദുനിയാവിൽ വെച്ച് കിട്ടണോ? മരണസമയത്ത് മുത്തുനബിതങ്ങളുടെ മുഖം കണ്ട് മരണപ്പെടണോ? അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ പുന്നാര നബിതങ്ങളുടെ ഷഫാഅത്ത്, ശുപാർശ ലഭിക്കണോ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പുന്നാര നബി തങ്ങളുടെ പൂമുഖം കാണാതെ ഞങ്ങളെ നീ യാത്രയാക്കല്ലേ അല്ലാഹ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച പകൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ രാവ്, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത് ചൊല്ലുന്നത്. എന്താണ് ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്നറിയുമോ? മഹാന്മാരായ പ്രവാചകന്മാർ ചൊല്ലിയ ദിക്റാണ്, പ്രവാചകന്മാർ ചൊല്ലിയതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ അതിശ്രേഷ്ഠമായ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് മേഖലയിലും എന്ത് പ്രയാസം വന്നാലും ഈ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. എത്ര വലിയ കുടുസുള്ള പ്രയാസമുള്ള പ്രശ്നങ്ങളും ടെൻഷനിലുമാണ് നിങ്ങളെങ്കിലും ശരി, നിങ്ങളുടെ ടെൻഷനും പ്രയാസവും ഒക്കെ മഞ്ഞുരുകുന്നത് പോലെ ഒരുക്കിക്കളയാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി.
നോക്കുങ്ങൾ, നബി തങ്ങൾ അത്രയേറെ ഉറപ്പോടുകൂടി പറഞ്ഞു തന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ല പലപ്പോഴും. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് ചൊല്ലാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ദിക്ർ, അവിടുന്ന് ചെയ്ത ദുആയുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടെ ചെല്ലാം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പവർ എത്രയെന്നറിയോ? ഇതിൻ്റെ പവർ എത്രയുണ്ടെന്നറിയോ? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ മുൻനിർത്തിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഈ ദിക്ർ ചൊല്ലി എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയേറെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എൻ്റെ ഈ പ്രശ്നം നീ പരിഹരിച്ച് നൽകണം അല്ലാ, എൻ്റെ ഈ വിഷമം നീ തീർത്തു തരണേ അല്ലാ. ആ പ്രയാസം പിന്നെ നോക്കിയേ വേണ്ട, അത് പരിഹരിച്ച് കിട്ടുക തന്നെ ചെയ്യും. എത്ര വലിയ മല പോലെയുള്ളതാണെങ്കിലും ശരി, എത്ര വലിയ ടെൻഷൻ അടുപ്പിക്കുന്നതാണെങ്കിലും ശരി, ആ പ്രയാസം പറ്റെ തീർന്നു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? മഹാന്മാർ ചൊല്ലിയ, അമ്പിയാക്കൾ ചൊല്ലിയ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന, മുത്തുനബി തങ്ങൾ നിങ്ങൾ ഒരുപാട് ചൊല്ലണേ എന്ന് പഠിപ്പിച്ചു തന്ന ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടെ ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടോ റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾ നിൻ്റെ പാവങ്ങളായ അടിമകളാണല്ലോ റഹ്മാനെ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ അവൻ്റെ അടിമയാണ് എന്ന് പറയുന്നു. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്. അള്ളാഹുവിനെ റബ്ബേ എന്ന് വിളിക്കൽ, യജമാനനായ റബ്ബിനെ അള്ളാഹ് നീ റബ്ബേ അള്ളാഹുവേ എന്നൊക്കെ വിളിക്കൽ റബ്ബിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് പക്ഷേ വിളിക്കാൻ സമയമില്ല. എന്ത് കാരണം? റബ്ബിനെ പറ്റി ഒരു പേടി, നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനെ പറ്റി ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റൊക്കെ മറച്ചു വെക്കണില്ലേ? അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ അള്ളാഹു മറച്ചു വെക്കണുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ പുറമെ കാണുകയായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ അറിയുകയായിരുന്നെങ്കിൽ എത്ര നികൃഷ്ടനായിരിക്കും നമ്മളൊക്കെ. നമ്മുടെ ജീവിതമൊക്കെ എത്ര മോശത്തരമായിരിക്കും. അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ ചെന്ന് കിടക്കേണ്ട ഖബറുണ്ടല്ലോ, നമ്മൾ കിടക്കേണ്ട ഖബർ 6 അടി മണ്ണിൽ ആരോരുമില്ലാത്ത ആ മണ്ണറയിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ.
സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. ചിതലും പുഴുക്കൾ താവളം പേരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ചിതലും പുഴുക്കളും അടങ്ങിയ ആ മണ്ണറ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ലൈറ്റോ വെളിച്ചമോ ഫാനോ AC യോ ഒന്നുമില്ല. രണ്ട് ഇരുൾമുറ്റിയ രണ്ട് മതിലുകൾക്കിടയിൽ 6 അടി മണ്ണിൽ നമ്മയും വെച്ച് മൂടുകല്ല് വെച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നമുക്ക് കൂട്ടായിട്ട്, നമുക്ക് വെളിച്ചമായിട്ട്, നമുക്ക് എയർ കണ്ടീഷനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ദിക്റും ദുആയും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള അവസരം ദുനിയാവിൽ വെച്ച് നൽകുകയാണ്. എന്ത്? നിങ്ങളുടെ ഖബറിലേക്കുള്ള വെളിച്ചം നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കണം. നിങ്ങളുടെ ഖബറിലേക്കുള്ള ഫാനും ലൈറ്റും നിങ്ങൾ ഇവിടുന്ന് സൃഷ്ടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നിങ്ങളുടെ ഖബറിലേക്കുള്ള എയർ കണ്ടീഷൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ പറയുന്നുണ്ട് സ്വഹാബത്ത്. അവിടുത്തെ നീളമുള്ള താടി രോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമായിരുന്നു, കണ്ണീർ തുള്ളികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഖബർ എന്ന് കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ തങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? മഹ്ശറിനെ പറ്റി പറയുമ്പോഴോ, നരകത്തെ പറ്റി പറയുമ്പോഴോ, അള്ളാഹുവിന്റെ വലിയ അദാബുകൾ പറയുമ്പോഴോ തങ്ങൾക്ക് ഈ കരച്ചിലു കാണാറില്ലല്ലോ, ഇത്രയേറെ വിഷമിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഖബർ കാണുമ്പോൾ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി, അല്ലയോ സ്വഹാബ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ കിടക്കുന്ന ഖബറുണ്ടല്ലോ, ഈ പോകാനുള്ള ഖബർ, ഈ ഉസ്മാനും മരണപ്പെട്ടാൽ ഉസ്മാനും പോകേണ്ട ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഈ വീട്, ഈ ഖബർ. ആരെങ്കിലും ഒരാൾ ഈ ഖബറിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ ആഖിറം മുഴുവൻ അയാൾ രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരാൾ, കേൾക്കണേ, ആരെങ്കിലും ഒരാൾ ഈ ഖബറിലെങ്ങാനും പിടിച്ചു നിർത്തപ്പെട്ടാൽ ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവൻ പരാജയപ്പെടുമേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങൾ ഇത് പറഞ്ഞിട്ട് കരയുക. ഖബർ രക്ഷപ്പെട്ടു കിട്ടാൻ, ആഖിറം രക്ഷപ്പെട്ടു കിട്ടാൻ, അതുപോലെ നരകത്തെ തൊട്ട് കാവൽ തേടാനൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് എപ്പോഴും ചെയ്തിരുന്ന ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ചൊല്ലാം. നമുക്ക് ആ ദുആ ഒന്ന് ചെയ്യാം. കാരണം എന്തേ? മുത്തുനബി തങ്ങൾ എപ്പോഴും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ ചെയ്യണ്ടേ? അവിടുന്ന് ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതൽ നമ്മൾ ചെയ്യണം. കാരണം നബി തങ്ങൾ ഒരു പാപവും ചെയ്യാത്തവരാണ്. അവിടുത്തേക്ക് ഒരു പേടിയും വേണ്ട. പക്ഷേ അവിടുന്ന് എപ്പോഴും കാവൽ തേടുമായിരുന്നു, അവിടുന്ന് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു. നമുക്കും ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് ഏറ്റുചൊല്ലാം. ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ വഫിത്നത്തിൻ നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ വഫിത്നത്തിൻ നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ഇന്നി أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر.
اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ വഫിത്നത്തിന്നാർ നരകത്തിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഫിത്നത്തിൽ ഖബർ ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഅദാബിൽ ഖബർ ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ ഈ ആശയം വരുന്ന ദിക്റാണ് ദുആയാണ് നമ്മൾ ചൊല്ലിയത്. അപ്പോൾ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് എപ്പോഴും ചൊല്ലാനുള്ളതാ, എപ്പോഴും നമ്മൾ ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിത്നകളൊക്കെ നമുക്ക് മാറിക്കിട്ടണം, നമ്മൾ രക്ഷപ്പെടണം. നാളെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുവോളം നമുക്ക് ബേജാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തുനബി തങ്ങളെ നമുക്ക് കാണണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കണ്ടേ? നബി തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കണ്ടേ? അവിടുത്തെ ശുപാർശ ഷഫാഅത്ത് ലഭിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയം മുത്തുനബി തങ്ങളെ കാണിക്കുമ്പോൾ ഇതെൻ്റെ നേതാവായ മുത്തുനബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് സന്തോഷപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കണ്ടേ? അവിടുത്തെ കാണുമ്പോൾ സലാം പറയാൻ ഭാഗ്യം കിട്ടണ്ടേ? മരണസമയത്ത് നബി തങ്ങളുടെ പുന്നാര പൂമുഖം കാണണ്ടേ? ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന ഈ ബൈത്ത്, മഹത്തായ ബൈത്ത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ മൗലിദിൽ ഏറ്റവും ആദ്യമായി കൊണ്ടുവന്ന പവർഫുള്ളായ ബൈത്ത്, നബിതങ്ങളോട് സലാത്ത് പറയുക, നബിതങ്ങളോട് സലാം പറയുന്ന ഈ ബൈത്ത് നമുക്കൊക്കെ അറിയാം. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നവരാണ്, കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അത് ചൊല്ലി നബിതങ്ങളെ തവസ്സുലാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിനോട് ദുആ ഇറക്കാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ കൂടെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي ارتكبت على الخطا غير حصير وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي على الرسول
الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول أبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي اللهم صل وسلم وبارك عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ഇഖ്ലാസ് മുഅവ്വിദതൈനി ഓതി ദുആരക്കാം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ആരൊക്കെ ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആ ഹലറാത്തിലേക്ക്, അർവാഹിലേക്ക് നമ്മൾ ഈ ഓതുന്നതിൻ്റെയും ചൊല്ലിയതിൻ്റെയൊക്കെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കുമാറാട്ടെ. അപ്പം എല്ലാവരെയും മനസ്സിൽ കരുതിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ മുഅ്മിനീങ്ങളായ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഈ അടുത്ത ദിവസം മൺമറഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും കൽബിൽ കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട പറഞ്ഞ് നമ്മുടെ പള്ളി പരിസരങ്ങളിലൊക്കെ അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകളായവർ, അവരൊക്കെ ഖബറിൽ ഒറ്റയ്ക്കാണ്, അവർക്ക് ആരുമില്ല കൂട്ടിന്. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ ഹദിയകൾ എത്തിച്ചു കൊടുത്താൽ നാളെ നമുക്കും ഖബറിൽ കിടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഓതും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാ മരണപ്പെട്ട മുഅ്മിനീങ്ങളെയും കൽബിൽ കരുതിക്കൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين غفاراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആൻ നീ കബൂലാക്കണേ അല്ലാ. ചൊല്ലിയ തഹ്ലീലുകൾ, സ്വലവാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, മദ്ഹുകൾ, മനാഖിബുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് ഞങ്ങളുടെ മജ്ലിസ് നീ കാണിക്കണേ അല്ലാ. അവിടുന്ന് പൊരുത്തപ്പെടുന്ന ഉമ്മത്തികൾ ഞങ്ങളെയൊക്കെ നീ ചേർത്തു തരണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത്
ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ, റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ മേഖലകളും ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വിജയത്തിലും ഫതഹിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ അല്ലാ. രോഗികളുണ്ട് റബ്ബേ, ശമനം നൽകണേ അല്ലാ. എത്രയോ മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ശമനം നൽകണേ അല്ലാ. കടബാധ്യതകൾ തീർത്തു തരണേ റഹ്മാനെ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി സംബന്ധമായ മുഴുവൻ വിഷയങ്ങളും വിഷമങ്ങളും തീർത്തു തരണേ അല്ലാ. സാമ്പത്തികമായ സകല ടെൻഷനുകളും മാറ്റിത്തരണേ അല്ലാ. ശാരീരികമായ സകല ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാ. കുടുംബപരമായ സകല ഇടങ്ങേറുകളും പരിഹരിക്കണേ റഹ്മാനെ. റബ്ബേ, ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ഖൈറായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഇരുലോകത്തും ഉപകരിക്കുന്നവരാക്കി തരണേ റഹ്മാനെ. ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ റബ്ബേ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഓരോരുത്തർക്ക് ഓരോ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ്. എല്ലാം നീ സലാമത്താക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ഈ അടുത്തൊക്കെ ഞങ്ങളിൽ വിട പറഞ്ഞു പോയ ദുരന്തങ്ങളിൽ പെട്ട് മൺമറഞ്ഞു പോയ മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഖബർ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, സലാമത്ത് നൽകണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. നാളെ മരിച്ച് ഞങ്ങളും മാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്ന നല്ല മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. റബ്ബേ, മുത്തുനബി തങ്ങൾ നിന്നോട് ചോദിച്ച സകല ഖൈറാത്തുകളെയും ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ. കാവൽ തേടിയ മുഴുവൻ ശർറ്, ബലാ, മുസീബാത്തുകളിൽ നിന്നും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ഞങ്ങളുടെ ജീവിതം ഖൈറിലാക്കണേ റഹ്മാനെ. മരണവും ഖൈറിലാക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ വരുമ്പോൾ റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ ചേർത്ത് തരണേ അല്ലാ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം കാമിലായ ഈമാനോടെ മുത്തുനബി തങ്ങളുടെ മുനവ്വറായ വജ്ഹ് കണ്ട് ആഖിബത്ത് നന്നായി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് യാത്ര പറയാൻ നീ ആവതാക്കണേ അല്ലാ. ആ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒന്നൊരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കണം. ദുആ ഇറക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ആമീൻ കൊണ്ട് നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കണം എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാ മജ്ലിസുകളിലും നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.